ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. ശിഷ്യരുടെ ശാശ്വത സന്തോഷത്തിന് കാരണം യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കും എന്ന ഉറപ്പാണ്. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യരുടെ മധ്യേ പ്രത്യക്ഷപ്പെടുന്ന ദിനത്തെയും പരിശുദ്ധാത്മാവിനാൽ അവർ നയിക്കപ്പെടുന്ന നാളുകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിത്യമായ സന്തോഷം അനുഭവിക്കുന്നതിനാൽ ശിഷ്യർക്ക് മറ്റൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ സകല ആഗ്രഹങ്ങളെയും സംതൃപ്തമാക്കിയിരിക്കുന്നു. യേശു തുടരുന്നു, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യേശുവിൻ്റെ നാമത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ സ്വന്തമായവർ എന്ന ബോധ്യത്തിൽ ചോദിക്കുന്നവ എന്തും ലഭിക്കും എന്നാണ്. യേശുവുമായുള്ള ഐക്യത്തിൽ ചോദിക്കുന്നവ ലഭിക്കും എന്നതാണ് ഇവിടെ വിവക്ഷിക്കുക. പ്രാർത്ഥനകൾക്ക് പിതാവ് ഉത്തരം നൽകുമെന്ന ഉറപ്പിൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാനും ശിഷ്യർക്ക് സാധിക്കും. യേശുവിനെപ്പറ്റിയും ക്രിസ്തു രഹസ്യങ്ങളെപ്പറ്റിയും പൂർണ്ണമായ അറിവ് ശിഷ്യർക്ക് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലസിദ്ധി ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാകും. അങ്ങനെ അവരുടെ സന്തോഷം പൂർണ്ണമാകും. തുടർന്ന് യേശു പറയുന്നു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്ന് വചനം മനസ്സിലാക്കേണ്ടത് യേശു മഹത്വീകരണം പ്രാപിച്ച് പിതാവിൻ്റെ പക്കലേക്ക് എഴുന്നള്ളുന്നത് വരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണമെന്നില്ല. പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം എന്നീ രക്ഷാകര സംഭവങ്ങളിലൂടെ യേശു മഹത്വവും അധികാരവും ശക്തിയും പ്രാപിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഇപ്പോൾ ശിഷ്യർക്ക് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കും. യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോടുള്ള പ്രാർത്ഥനകളെല്ലാം ഫലദായകമായി തീരും. അവർക്ക് പൂർണ്ണമായ സന്തോഷവും ആനന്ദവും ലഭിക്കും. ക്രിസ്തീയ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ശിഷ്യർക്ക് ശാശ്വത സന്തോഷം നൽകുന്നത്. ആദ്യ ശിഷ്യർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ പിൽക്കാല തലമുറ കാണാതെ വിശ്വസിക്കുന്നവരാണ്. അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരുവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇതര കൂദാശകളിലൂടെയും സഭാ ശുശ്രൂഷകളിലൂടെയും സഭാ കൂട്ടായ്മകളിലൂടെയും തിരസ്കൃതരും വേദന അനുഭവിക്കുന്നവരുമായ സഹോദരരിലൂടെയും ഇന്ന് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും. ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടി അനുഭവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സന്തോഷം ലഭിക്കുന്നത്. സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിനെ കണ്ടെത്താനും അനുഭവിക്കുവാനും നമ്മെ സഹായിക്കുന്നവയാണ്. ക്രിസ്തു ദർശനത്തിലൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് സന്തോഷം അനുഭവിക്കാനാവോ? ക്രിസ്തു എപ്പോഴും കൂടെയുണ്ടെന്നും അവിടുന്ന് ദുഃഖം സന്തോഷമാക്കി മാറ്റുമെന്നുള്ള അവബോധമാണ് ശിഷ്യരെ സന്തോഷത്തിൽ നിലനിർത്തുന്നത്. യേശുവിനെ പറ്റിയും ക്രിസ്തു രഹസ്യത്തെപ്പറ്റിയുമുള്ള അറിവിൽ വളരുമ്പോഴാണ് ശിഷ്യരുടെ സന്തോഷം വർദ്ധിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന തിരിച്ചറിവ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ശിഷ്യരെ നയിക്കും. തുടർന്നുള്ള വചനത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള നേരിട്ടുള്ള സ്നേഹബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സ്നേഹബന്ധത്തിൻ്റെ 3 തലങ്ങൾ ഊന്നി പറയുന്നുണ്ട്. ഒന്നാമത്തെ തലം പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധം. രണ്ടാമത്തെ തലം യേശുവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരെ പിതാവും പുത്രനും സ്നേഹിക്കും. മൂന്നാമത്തെ തലം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ സഭാസമൂഹത്തിലെ സഹോദരരെയും മനുഷ്യകുലത്തിലെ സകലരെയും വിശ്വാസികൾ സ്നേഹിക്കുന്നു. തൃത്വൈക ദൈവം തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വാസികൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ലോകത്തിൽ ഉദ്ധിതനായ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നു.
ക്രിസ്തുവിൻ്റെ മൂന്നാം വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ മുഖ്യപ്രമേയം ക്രിസ്തീയ സന്തോഷമാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ശിഷ്യർ യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ് ഈ പ്രഭാഷണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വിവരിക്കുന്ന ഈ വചനഭാഗം വ്യക്തമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രചോദനങ്ങൾക്കും അനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴാണ് ശിഷ്യർക്ക് യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ കഴിയുക. ഉദ്ധിതനായ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ഉദ്ധിതനോടൊപ്പം യാത്ര ചെയ്യുക എന്നതാണ് സന്തോഷം അനുഭവിക്കുവാനുള്ള മാർഗം. ക്രിസ്തു തന്നെയാണ് സന്തോഷം. ക്രിസ്തുവുമായുള്ള ഐക്യമാണ് സന്തോഷത്തിൻ്റെ സ്രോതസ്സ്. ക്രിസ്തു ദർശനവും ക്രിസ്തു മാർഗത്തിലൂടെയുള്ള സഞ്ചാരവും ശിഷ്യർക്ക് ശാശ്വതമായ സന്തോഷം നൽകും. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നതല്ല സന്തോഷം, അവയെ പുതിയ രീതിയിൽ നോക്കിക്കാണുവാനുള്ള ആത്മീയ പക്വതയാണ് സന്തോഷത്തിൻ്റെ അടിത്തറ. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന ബോധ്യമാണ് ശിഷ്യരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നത്. യേശുവിൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കാനാകും എന്ന ബോധ്യം ശിഷ്യരുടെ ഹൃദയത്തെ നിത്യമായ സന്തോഷം കൊണ്ട് നിറയ്ക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.